കോൺഗ്രസിന് ഒരു മുഖപത്രമുണ്ട്, വീക്ഷണം. പക്ഷേ കോൺഗ്രസ്സുകാർ വീക്ഷണം വായിക്കാറില്ല, മനോരമയാണ് വായിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുഖപത്രമായി മനോരമ നിലകൊള്ളുന്നു. മനോരമ വീക്ഷണത്തെ വളർന്നു വരാൻ സമ്മതിക്കുന്നുമില്ല. എന്തായാലും മനോരമയുടെ പ്രധാന അജണ്ട ഇടതുപക്ഷ വിരോധമാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്നാൽ വർഗശത്രുക്കളാണ് എന്ന രീതിയിലാണ് മനോരമയുടെ പോക്ക്. എന്തായാലും അതേ മനോരമ തന്നെ UDFനെ തേച്ചിരിക്കുന്നു. മനോരമയിലെ സർവേ, മനോരമ ന്യൂസിലെ ഒരു സർവേ, മനോരമ നടത്തിയ ഒരു സർവേ, അതിൽ ആ സർവേ UDFന് തിരിച്ചടിയായിരിക്കുന്നു. സർവേയിൽ പങ്കെടുത്ത 44.7% പേർ ഇടതു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. 50.4% പേർ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. 4.9% പേർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ഇതാണ് മനോരമ ന്യൂസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ. ഒന്നും കൂടെ പറയാം, 44.7% പേർ ഇടതു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. 50.4% പേർ ഇടതു സർക്കാർ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നു. 4.9% പേർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. 2016 കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43.14% വോട്ടാണ് LDFന് ലഭിച്ചത്. ഇപ്പോൾ മനോരമ സർവേ അനുസരിച്ച് 44.7% പേർ അഭിപ്രായം പറഞ്ഞു. അന്ന് അഭിപ്രായം പറഞ്ഞത് 43.14% പേരാണ്. 2021 ഇതേ സർവേയിൽ അഭിപ്രായം പറഞ്ഞവർ 45.28% പേരാണ്. എന്തായാലും 2021 94-നും 95-നും ഇടയ്ക്ക് സീറ്റ് കിട്ടുമെന്ന് മനോരമ പറഞ്ഞിരുന്നു. പക്ഷേ അതിനും അപ്പുറം സീറ്റ് കടന്നുപോയി. ഇടതുപക്ഷം ഉജ്ജ്വലമായ വിജയം നേടി. മനോരമ ഇപ്പോൾ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ 44.7% പേർ ഇടതു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ 50.4% പേർ ഇടതു സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. അവരിൽ BJPക്കാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്. അതാണ് ഈ സർവേയുടെ പ്രത്യേകത. ഈ 50.4% പേരിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. 4.9% പേർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. അഭിപ്രായം അവർ രേഖപ്പെടുത്താതെ നിൽക്കുന്നു. അപ്പോൾ ഈ 4.9% പേരിൽ 2% പേർ ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കുകയോ ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യുകയോ ചെയ്താൽ 44.7% എന്നുള്ളത് 46.7% മാറാനുള്ള സാധ്യതയുണ്ട്. ഈ 50.4% പേരിൽ സംഘപരിവാറുകാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം 100 110 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നാണ് മനോരമ സർവേയിൽ പറയാതെ പറയുന്നത്. എന്തായാലും മനോരമ കോൺഗ്രസിനിട്ട് മുട്ടൻ പണിയാണ് കൊടുത്തത്. കോൺഗ്രസിനെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് ടപോ എന്ന് താഴെയിട്ടു. ഇപ്പോൾ സതീശൻ വളരെ അസ്വസ്ഥനാണ്. പുതുയുഗയാത്രയിലൊക്കെ അദ്ദേഹം പ്രവർത്തകരോട് ആജ്ഞാപിക്കുന്നത് ഒരു ഏകാധിപതിയെ പോലെയാണ്. കുറ്റ്യാടിയിൽ നടന്ന പുതുയുഗയാത്ര അടിയുഗയാത്രയായി മാറി. മനോരമയുടെ കണക്കും കൂടെ വന്നപ്പോൾ സതീശന് ഭ്രാന്ത് പിടിച്ച മട്ടാണ്. എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം സർവേ വന്നിരിക്കുന്നത് മനോരമയിലാണ്. വേറെ ഏത് പത്രമായാലും അത് ഇടതുപക്ഷ അനുകൂല സർവേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ മനോരമയെ അങ്ങനെ തള്ളിക്കളയാൻ സതീശന് കഴിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും 44.7% പേരും ഇടതു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. 50.4% പേർ ഇടതു സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ BJPക്കാരെത്ര എന്നുള്ളത് ഈ സർവേയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ BJPക്കാർ ഈ 50.4% പേരിൽ ഒരു 10% പേരെങ്കിലും BJPക്കാർ കാണുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം വലിയൊരു ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്നാണ്
ഈ സർവേയിൽ തെളിയുന്നത്. ഈ സർവേ സൂക്ഷ്മമായി പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവുന്നു. എന്തായാലും 110 സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് മറ്റാരുമല്ല, മനോരമ തന്നെയാണ്. മനോരമ ഇങ്ങനെയൊക്കെ ചില സത്യങ്ങൾ ചില സമയങ്ങളിൽ വിളിച്ചു പറയും. എന്തായാലും മനോരമ ന്യൂസിൽ വന്ന ഈ സർവേ കോൺഗ്രസിന് ഇടുത്തിയായി മാറിയിരിക്കുന്നു.